ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയല്ലോ നമുക്ക്. അത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു തട്ടുകൂട്ട് ബിരിയാണി ആട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. അതിന് ഞാനൊരു 4 സവാളയും ഒരു 3 ടൊമാറ്റോയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, അതിൽ നമ്മളെ പച്ചമുളകും കൂടെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുട്ടികൾക്കൊന്നും കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുനുകുനാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളെ സവാള എന്ത് ചെയ്യാം, വഴറ്റാൻ വേണ്ടിയിട്ട് ഇടാം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. നന്നായി എന്ന് പറഞ്ഞാൽ നല്ല വഴറ്റിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നും അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സിമ്മിലാക്കിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് റെഡിയാക്കാണ്ടായിരുന്നു. ഇതൊരു 1 kg ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാല ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണ മുളക്, മഞ്ഞൾ, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അങ്ങനത്തതൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിരിയാണി ഒന്നും കൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ പോയിട്ട് നമ്മളെ സവാള ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അടച്ച് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഷാലോ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സവാള നല്ല വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളെ ഒഴിച്ചു കൂടാൻ പറ്റാത്തതായിട്ടുള്ള നമ്മളെ മല്ലിയില ചപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ വഴന്ന് വന്നതിന് ശേഷം പൊടി ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇട്ട് കൊടുക്കേണ്ടത്. ഞാനതാകെ മറന്നു. ഞാൻ ചിക്കനാട്ടോ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്ന തിരക്കിൽ മറന്നുപോയതാണ്. ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുത്തത്. നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു തട്ടുകൂട്ട് ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ തൈരൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെമൺ ജ്യൂസാട്ടോ. എനിക്ക് കൂടുതലും ഇഷ്ടം ലെമൺ ജ്യൂസ് തന്നെ കേട്ടോ, തൈരിനേക്കാളും കൂടുതലും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീരെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. റൈസ് ഇവിടെ റെഡിയായി വന്ന് നമ്മൾ മസാലയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടുകൂട്ട് ബിരിയാണി. നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.